ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ സേവിങ്സ് ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ടാണ്. ഒരു സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല, കുട്ടികൾ മുതൽ മുതിർന്നവർ എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഇന്ന് ബാങ്കുകളിൽ നിന്ന് ഓരോ അക്കൗണ്ടിൽ ഒരു ATM കാർഡ്, ഡെബിറ്റ് കാർഡ് കിട്ടുന്നു. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസിന് മെസ്സേജ് ഒക്കെ വരുന്നു. അതിനെല്ലാം ചാർജസ് ഉണ്ട്. ഓരോ ATM കാർഡിനും ഏകദേശം 200 രൂപ മുതൽ മുകളിലേക്ക് എല്ലാ വർഷവും നമ്മളിതിനെ ഡെബിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വരുമാനമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വാർഷികമായിട്ടുള്ള 200 രൂപ കട്ട് ചെയ്യുക എന്നുള്ള പറഞ്ഞൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. അതുപോലെ തന്നെ ATM ട്രാൻസാക്ഷൻസിനൊക്കെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് അതിനും നമുക്ക് നമ്മളിൽ നിന്ന് കട്ട് ചെയ്യാം, മെസ്സേജസിനെ കട്ട് ചെയ്യാം. ഇപ്പം ഈ ഒരു അവസരത്തിലാണ് ഈ KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സുഗമ അക്കൗണ്ടുകൾ വളരെ വ്യത്യസ്തമായ അക്കൗണ്ടുകളാണ്. സാധാരണ ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടിൽ 3% പലിശ കിട്ടുന്നുണ്ടെങ്കിൽ KSFEയുടെ സുഗമ അക്കൗണ്ടിൽ ഇപ്പോൾ 4.5% പലിശയുണ്ട്. മുമ്പ് അത് 5 ഉണ്ടായിരുന്നു, ഇപ്പോൾ 4% സേവിങ്സിന് ഇൻട്രസ്റ്റ് ഉണ്ട്. മാത്രമല്ല, നമുക്ക് ഇവിടെ കാർഡും കാര്യങ്ങളും ഒന്നുമില്ല, അപ്പൊ അതിന്റെ ചാർജസ് ഒന്നും കട്ട് ചെയ്യുന്നില്ല. വെറും 100 രൂപ മാത്രമാണ് ഇതിന് നമുക്ക് ചെലവ് വരുന്നുണ്ട്. ഏതെങ്കിലും KSFE ബ്രാഞ്ചിൽ പോയാൽ നമുക്ക് ഈ സുഗമ അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നതാണ്. മെസ്സേജുകൾ നമുക്ക് വരികയും ചെയ്യും, അതിനും വേറെ ചാർജുകൾ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള അറിവ്. അപ്പൊ എന്തായാലും ഈ ഒരു അറിവ് എല്ലാവരും ഉപയോഗിക്കുക. നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്നു, ബാങ്കിനേക്കാൾ 1.5% കൂടുതൽ കിട്ടുന്നു. മാത്രമല്ല, ഡെബിറ്റ് കാർഡിന് എമൗണ്ട് കട്ട് ചെയ്യുന്നില്ല, വേറെ മെസ്സേജസിനും ഒന്നും അങ്ങനെ ചാർജസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഫെസിലിറ്റി സാധാരണക്കാർക്ക് ഉപകാരമാകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് പിൻവലിക്കാവുന്ന എമൗണ്ട് ഒരു ദിവസം 40,000 രൂപ വരെ മാത്രമാണ് അതിൽ വരുന്നത്. അതിനും ചില നിബന്ധനകളുണ്ട്. ബാക്കി എന്തുകൊണ്ടും വളരെ നല്ലൊരു ഇതാണ് ഈ KSFEയുടെ സുഗമ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് റൺസ് തോമസ് സൈനിങ് ഔട്ട്.